ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുടെ തിരിച്ചുവരവറിയിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ റോഡ് ഷോ. തുറന്ന സംവാദത്തിന് തയ്യാറാകണമെന്ന കേജ്രിവാളിന്റെ വെല്ലുവിളി കിരൺ ബേദിയും അജയ് മാക്കനും സ്വീകരിച്ചു. അതേസമയം കേജ്രിവാളിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളത്തേക്ക് മാറ്റി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വച്ഛ് അഭിയാൻ പദ്ധതിക്ക് തുടക്കമിട്ട വാൽമീകി മന്ദിരത്തിൽ നിന്നാണ് കേജ്രിവാളും തന്റെ റോഡ് ഷോ ആരംഭിച്ചത്. ദില്ലിയിലെ പ്രബലമായ വാൽമീകി സമുദായത്തെ കയ്യിലെടുക്കുക തന്നെയാണ് കേജ്രിവാളിന്റെ തന്ത്രം. ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കിരൺ ബേദിയെ പ്രഖ്യാപിച്ചതോടെ ദില്ലിയിൽ കേജ്രിവാൾ ബേദി പോരാട്ടത്തിന് അരങ്ങൊരുങ്ങിയിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ജനവിധി തേടുന്ന ന്യൂദില്ലി മണ്ഡലത്തിലെ റോഡ് ഷോ പാർട്ടിയുടെ ശക്തി വിളിച്ചോതുന്നതായി. വാൽമീകി മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ 14 കേന്ദ്രങ്ങൾ കടന്ന് ജന്തർ മന്ദിറിൽ സമാപിച്ചു. നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ പാർട്ടി ചിഹ്നമായ ചൂലുമേന്തി റോഡ് ഷോയിൽ അണിനിരന്നു. നിശ്ചിത സമയത്ത് എത്താൻ സാധിക്കാത്തതിനാൽ കെജ്രിവാളിന്റെ പത്രികാ സമർപ്പണം നാളത്തേക്ക് മാറ്റി. രാഷ്ട്രത്തെ ശുദ്ധീകരിക്കലാണ് ലക്ഷ്യമെന്നും ആം ആദ്മി പാർട്ടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. അതേസമയം പരസ്യ സംവാദത്തിന് തയ്യാറാകണമെന്ന കെജ്രിവാളിന്റെ വെല്ലുവിളി കിരൺ ബേദിയും അജയ് മാക്കനും ഏറ്റെടുത്തു. നിയമസഭയിൽ സംവാദത്തിന് തയ്യാറാണെന്ന് കിരൺ ബേദി പറഞ്ഞു. ഇത്തരം സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നത് നല്ല കീഴ്വഴക്കമാണെന്നും ജനങ്ങൾക്ക് മികച്ച നേതാക്കളെ തിരഞ്ഞെടുക്കാൻ അവസരം ലഭിക്കുമെന്നുമായിരുന്നു അജയ് മാക്കന്റെ പ്രതികരണം. ക്യാമറമാൻ മണിയസ് അടൂരിനൊപ്പം ER രാഗേഷ്, റിപ്പോർട്ടർ, ദില്ലി.